ഒരു പിശുക്കൻ്റെ അശാസ്ത്രീയമായ തേയില കൃഷി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം പണ്ട് റബ്ബർ വെച്ചപ്പോൾ ഇടവിളയായി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തേയിലോടെ വെച്ചു. റബ്ബറിൻ്റെ ആദായം കുറയുമ്പോൾ ഇതുകൊണ്ട് ആദായം എടുത്ത് തേയില കുടിക്കാം എന്നാണ് വിശ്വസിച്ചിരുന്നത്. അത് തന്നെയാണ് ചെയ്യുന്നതും. പക്ഷേ ആൾക്കാർ പറയുന്നത്, വീട്ടുകാർ പറയും, കാശ് മുടക്കാൻ കഴിയലാഞ്ഞിട്ട് തേയില ഇങ്ങനെ എടുക്കുന്നതാണ്, കടയിൽ നിന്ന് തേയില മേടിക്കാം, അത് കഴിയലാഞ്ഞിട്ടാണ്. അതിൻ്റെ അർത്ഥത്തിൽ ഇല്ലാതില്ല. എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ പിശുക്കനെന്ന് പേര് കേൾക്കാനോ അങ്ങനെയൊക്കെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ സീസണിൽ ഇങ്ങനെ തേയില തൈപ്പം വെക്കുന്ന സംഘമാണ് എവിടുന്നെങ്കിലും സംഘടിപ്പിച്ച് നട്ട് അതിൻ്റെ ഇതുപോലെ വെട്ടിവിട്ട് തളിരാകുമ്പം തളിരെടുത്ത് ഉണങ്ങി ചിങ്ങ അവസാനമാകുമ്പോഴത്തേനും നല്ലപോലെ തളുക്കും. ആ തളിര് എടുത്ത് ഉണങ്ങി ശുദ്ധമായിട്ടുള്ള തേയില മായം ചേർക്കാതെ കുടിക്കാം. ചിലർക്കത് കടുപ്പം കുറവാണെന്നൊക്കെ പറയും. എന്നാലും നമുക്ക് തേയില കുടിക്കാവുന്നതാണ്. വെളുപ്പിനെയൊക്കെ പറിച്ചെടുത്ത് മഞ്ഞവെള്ളത്തോടുകൂടി വെളുപ്പിനെ പറിച്ചെടുത്ത് വെയിലത്ത് ഇട്ട് അത് ഒരു തുണിയിലിട്ട് മറ്റൊരു തുണി കൊണ്ട് മൂടി അതിനെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ, നേരിട്ട് വെയിലടിക്കാതെ ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഗ്രീൻ ടീ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം.